രാംനാരായണ രാം. പ്രകാശത്തിൻ്റെ ശക്തിയിൽ ജീവജാലങ്ങളുടെ സൃഷ്ടി ഉണ്ടായിരിക്കുന്നു. അതേ മന്ത്രം ആ പ്രഭയാണ്. ഈ മന്ത്രശക്തിയിലൂടെ ഉള്ളിലെ അജ്ഞാനരൂപമായ അന്ധകാരം അശാന്തമാകും. വഴിയാണെങ്കിൽ നിങ്ങളുടെ യാത്ര വളരെ എളുപ്പമാണ്. നിങ്ങൾ അതേ പാതയുടെ യാത്രികരാണ്. വ്യാപകമായ ആകാശത്തുള്ള പ്രഭാതസൂര്യന് എല്ലാ അന്ധകാരത്തെ നീക്കം ചെയ്ത് ജീവലോകത്തെയും ഭൂമിയെയും പ്രകാശിപ്പിക്കുന്നു. ഈ പ്രകാശം തന്നെയാണ് ജീവന്റെ ജീവിതവും പ്രാണവും. നിങ്ങൾ അതിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. പ്രപഞ്ചത്തിലെ ആഗ്രഹശക്തി, പ്രതിഭശക്തി എന്നിവയിൽ അതിൻ്റെ മന്ത്രവും അർത്ഥവും ഹിതമായിരിക്കുന്നു. നിങ്ങളുടെ സാധാരണ ആഗ്രഹം, ബുദ്ധി എന്നിവയിലൂടെ ഈ മഹാമന്ത്രം ഉണർന്നിരിക്കും. ആഗ്രഹശക്തിയിലൂടെ തന്നെയാണ് ലോകത്തിൻ്റെ സൃഷ്ടി. ജീവലോകത്തിൻ്റെ ആഗ്രഹം, ആഗ്രഹശക്തി ചേർന്ന് ഒരുപോലെ നിലനിൽക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ എത്രയും നിരസിക്കാനായി ഉണ്ടാകുന്ന അനുഭവങ്ങളെയും നിങ്ങളുടെ ദൗത്യമാണ് അവരുടെ സാധാരണ ആഗ്രഹങ്ങളെ ജപത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലിൻ്റെയും പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഈ ജീവലോകത്തിൻ്റെ സൃഷ്ടി വിജയത്തോടെ മാത്രം അനുബന്ധിച്ചിട്ടുണ്ട്. അതിനാൽ പരാജയത്തിന് കാരണമില്ല. ചിലപ്പോൾ പരാജയത്തിൻ്റെ കനത്ത കനിഞ്ഞത് നമ്മുടെ മാർഗത്തിൻ്റെ സൂചന മാത്രമാണ്. താളങ്ങൾ ഒത്തിണങ്ങാതിരുന്നാൽ അതെല്ലാം ശരിയായി ഒത്തിണക്കാൻ ശ്രമിക്കുന്നു. ഇതും അതുപോലെ തന്നെയാണ്.